ഹലോ, വെൽക്കം ബാക്ക്. എനിക്കിത് ചെയ്യണം എന്ന് എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുമ്പം സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി വേറെ ഒരു കണ്ടൻറ്റും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ്. അന്ന് Q&Aയിൽ എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ബട്ട് എനിക്കിതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. ലോങ് വീഡിയോ അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു ചെറിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയപ്പം അതിൽ ഈ ഓൾഡ് വീഡിയോ അല്ലെങ്കിൽ ഓൾഡ് ഇതിനെക്കുറിച്ചൊക്കെ ഷോർട്സ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് സമയമില്ലാത്ത കൊണ്ടും ഞാനിവിടെ വർക്ക് ചെയ്യണേന് അതല്ലാതെ എൻ്റെ ഓൺ യൂട്യൂബിൽ കോണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം റെഗുലർ അല്ലെങ്കിലും ഞാൻ അത്യാവശ്യം ആക്റ്റീവാണ്. അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൽ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, പറ്റില്ല എന്നല്ല, കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ ലോങ് വീഡിയോയിൽ നമുക്ക് സ്റ്റോറി പറയാമെന്ന്. അപ്പോൾ ഇന്നൊരു സ്റ്റോറി പറച്ചിലാണ്. എൻ്റെ ഒരു ഓൾഡ് ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ചാണ് ഞാനിവിടെ പറയണത്. അത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പം ഞാൻ ആ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ നെയിം പറയണില്ല. ബിക്കോസ് ഞാനിപ്പോൾ വേറെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഇതാണ് ചെയ്യണത്. പേര് മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പം എനിക്കിപ്പം ആ ഒരു ബ്രാൻഡിൽ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ബ്രാൻഡ് പറയണില്ല. അപ്പം ഞാൻ പണ്ട് ഓൺലൈനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ്സ് ഇടുമായിരുന്നു. റീസെല് ചെയ്യണ പോലെ പ്രൊഡക്റ്റ് ആദ്യം ഇട്ട് ആദ്യത്തെ ഒരു വർഷമാണ് എത്രയോ കുറച്ച് നാൾ ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഡിസൈൻ ഈ ഹാൻഡ് വർക്കും കാര്യങ്ങളുമുള്ള ഇതിട്ട് അപ്പം എനിക്കിങ്ങനെ വർക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ അതങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് ആദ്യമൊക്കെ റെഗുലറായിട്ടല്ലെങ്കിലും 2-3 കിട്ടിയപ്പോഴേക്കും അത് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് പിന്നെ അത് ഞാൻ മാർക്കറ്റ് പ്ലേസിലിട്ട് ഫേസ്ബുക്കിലായിരുന്നു കേട്ടോ ഞാൻ ആക്റ്റീവ്. അതിൽ മാർക്കറ്റ് പ്ലേസിലിട്ട് അങ്ങനെ എനിക്ക് കുറേ വർക്ക്സ് കിട്ടി. കുറേ വർക്ക്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രാൻഡിലല്ലായിരുന്നു അത് പോകുന്നത്. കൂടുതൽ എൻ്റെ പ്രൊഡക്റ്റ് റീസെല്ല് ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം ഉണ്ടായില്ല. ഒരു ഇൻസ്റ്റാഗ്രാം ഞാൻ ജസ്റ്റ് തുടങ്ങിയപ്പോൾ അത് ഏറ്റവും ലാസ്റ്റാണ് തുടങ്ങിയത്. അതെനിക്കത്ര റീച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഫേസ്ബുക്കിലുമായിരുന്നു. പിന്നെ ഇതേപോലെ വാട്സാപ്പിലുമായിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഫുള്ള് റീസെല്ലേഴ്സായിരുന്നു, കസ്റ്റമേഴ്സ് കുറവായിരുന്നു. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ്സ് റീസെല്ല് ചെയ്യണമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡക്റ്റായിട്ടല്ല, അത് അവരുടെ പ്രൊഡക്റ്റായിട്ട് അവരുടെ പേരിലാണ് ഞാൻ അയച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ബ്രൈഡൽ കിട്ടിയിട്ടുണ്ട്, എൻഗേജ്മെൻറ്റിൽ അങ്ങനെയൊക്കെ വർക്ക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പല പല സ്ഥലത്ത്, ഓൾ ഇന്ത്യ ആയിരുന്നു കൂടുതൽ. നമ്മുടെ നാട്ടിലും അങ്ങനെ പല പല സ്ഥലത്തു നിന്നായിരുന്നു എനിക്ക് വർക്ക് കിട്ടുന്നത്. സെയിം കൊച്ചിയിൽ നിന്ന് തന്നെ അല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒറ്റക്കായിരുന്നു ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് തയ്ക്കാനും കാര്യങ്ങളും അറിയില്ല. ഞാൻ ഫാർമസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇതിലിപ്പം ഞാൻ ജോലിക്ക് പോകണുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതും ചെയ്യുമ്പം പിന്നെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സമയം ഉണ്ടാകും. എത്ര ജോലിക്ക് പോയാലും എനിക്ക് സമയം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ അങ്ങനെ സമയം കിട്ടിയിരുന്നു. അപ്പം നമുക്ക് സമയം എളുപ്പം ഇത് ചെയ്യണത് നല്ലതാണ്. കാര്യം സമയമില്ലാത്തവർ ഇപ്പം ഞാൻ ക്ലോത്തിങ് ബ്രാൻഡ് ചെയ്യണമില്ല, എനിക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അത്രയും സക്സസ് ഒന്നും അല്ല. സക്സസ് അല്ലെന്ന് പറഞ്ഞാൽ എനിക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ടൈമില്ല. അപ്പം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ എന്തും സക്സസ് ആകാൻ പറ്റും. ബിസിനസ്സിന് എന്തായാലും അതിൻ്റേതായ സമയം വേണം. അപ്പം ഇതിന് എനിക്ക് സമയം ഉണ്ടായിരുന്നു. അതും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മെറ്റീരിയൽ എടുക്കും. ആദ്യമൊക്കെ സിംഗിളായിട്ടൊക്കെ മെറ്റീരിയൽ എടുക്കും. അവർ പറയണ മെറ്റീരിയൽ പോയിട്ട് നമ്മുടെ എറണാകുളത്തായിരുന്നു ഞാൻ. അപ്പോൾ എറണാകുളം എവിടെയായിരുന്നു, കോൺവെൻറ്റ് ജംഗ്ഷനിൽ അവിടെ കുറേ നമുക്ക് വലിയ റേറ്റൊന്നും ഇല്ലാതെ മെറ്റീരിയൽസ് കിട്ടുമല്ലോ. എനിക്കിപ്പോൾ കിട്ടണില്ല, സ്ഥലത്തിൻ്റെ പേരൊന്നും കിട്ടില്ല, ഐ എം സോ സോറി, മറന്നുപോയി. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ മെറ്റീരിയൽ എടുക്കും. ചെറുതായിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് അവർക്ക് വേണ്ടത് മാത്രം ചെയ്യാറുണ്ട്. ഫസ്റ്റ് അങ്ങനെ തുടങ്ങിയത്. എനിക്ക് വർക്ക് ചെയ്യണ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും സ്റ്റിച്ചും വർക്കും അങ്ങനെയാണ് ആദ്യം തുടങ്ങിയത്. അതങ്ങനെ ചെയ്ത് പിന്നെ റീസെല് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് 2 ഗ്രൂപ്പിലും മൊത്തം റീസെല്ലേഴ്സായിരുന്നു. ഗ്രൂപ്പ് അല്ലാതെയും വേറെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം സെല്ല് ചെയ്യണതുണ്ടായിരുന്നു. റീസെല്ലേഴ്സിന് സെല്ല് ചെയ്തുകൊണ്ടിരിക്കും. റീസെല്ലേഴ്സ് കുറേ വർക്ക് നമുക്ക് തരും. അപ്പം നിസ്സാരം വലിയ എമൗണ്ടിനല്ലായിരുന്നു ഞാൻ കൊടുക്കുന്നത്. എനിക്ക് വലിയ റേറ്റ് അങ്ങനെ കൊടുത്തിട്ടുന്നല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതേപോലെ ബിസിനസ് ചെയ്യണം. കാശിനേക്കാളും നമുക്ക് ബിസിനസ് ചെയ്യാനൊരു ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു, വർക്കെല്ലാം ചെയ്ത് എനിക്ക് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ പറയാവേ. അപ്പോൾ അങ്ങനെ പയ്യെ ചെയ്ത് മാർക്കറ്റ് പ്ലേസിൽ അത്യാവശ്യം ഇത് ചെയ്ത് അതിൽ പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നു. കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ഇതേപോലെ റീസെല് ചെയ്യാൻ ആൾക്കാർ വന്നു. പിന്നെ കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് കുറേ വർക്ക് അല്ലാതെ ആ സമയത്ത് കിട്ടി. കോവിഡ് ടൈമിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പം എനിക്ക് ഈ ഒരു ഓൺലൈൻ ബിസിനസ് ഉള്ളതുകൊണ്ട് അതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു.
പക്ഷേ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ കുറേ വർക്ക് നമുക്ക് കിട്ടി. ഇതേപോലെ എനിക്ക് ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇത്രയും പേര് ഫോൺ കോൺടാക്ട്സ് എനിക്കുണ്ട് വാട്സാപ്പിൽ. അപ്പം അങ്ങനെ നമുക്ക് കുറേ വർക്ക്സും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ തുടങ്ങി. എനിക്ക് ഇതിൽ നല്ല അനുഭവം എന്ന് വെച്ചാൽ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. നല്ലത് എനിക്ക് ഒരു ചീത്ത അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ റിട്ടേൺ വന്നിട്ടുണ്ട്. റിട്ടേൺ ഇപ്പം കുറേ അല്ലേ പോലും എനിക്ക് 2-3 എണ്ണം റിട്ടേൺ വന്നിട്ടുണ്ട്. ഞാനതില്ലെന്ന് പറയില്ല. പിന്നെ എന്നെ ഒരാൾ പറ്റിക്കണ ഒരവസ്ഥയിലുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞുതരാം. ഈ റീസെല്ലർ ഒരു പെണ്ണാണ്. പേരും കാര്യങ്ങളൊന്നും പറയില്ല. പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നും പോയി. ആ പെങ്കൊച്ച് ആദ്യം ഈ റിട്ടേൺ അടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, റിട്ടേൺ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ തിരിച്ചൊന്നും വാങ്ങിക്കൂല. ഞാൻ അതിൻ്റെ ക്യാഷ് റിട്ടേൺ കൊടുക്കുകയുള്ളൂ. അങ്ങനെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഈ ഒരു പെങ്കൊച്ച് സെയിം പെങ്കൊച്ചാണ്. അത് പറഞ്ഞ് ഇതേപോലെ മെറ്റീരിയൽ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടില്ല മറ്റേത്. പക്ഷേ അത് ഹിന്ദിക്കാർ ചെയ്യണ വർക്കാണ്. നിങ്ങളതൊന്ന് ആലോചിക്കുക. അതെന്തായാലും അത് അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ റിട്ടേൺ കൊടുത്ത്. എനിക്ക് അത്യാവശ്യം വർക്ക് കിട്ടാനുണ്ടായിരുന്നു. റിട്ടേൺ കൊടുക്കണതിന് നമുക്ക് കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ അത് ഞാൻ റിട്ടേൺ കൊടുത്തു. അല്ലെങ്കിൽ ഞാനത് എനിക്ക് കിട്ടിയ അബദ്ധം എന്ന് വെച്ചാൽ അത് നമുക്ക് വാങ്ങിക്കായിരുന്നു. പക്ഷെ ഞാൻ അത് വാങ്ങിച്ചില്ല. എനിക്കിപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേറെ സെല്ല് ചെയ്യണമെങ്കിൽ എനിക്ക് സെല്ല് ചെയ്യാമായിരുന്നു. ഞാൻ ഭയങ്കര കുറച്ച് ആത്മാർത്ഥത കൂടിയതായതുകൊണ്ട് ഞാനത് വാങ്ങിക്കുകയൊന്നും ചെയ്തില്ല. വേറെ സെല്ല് ഒരാൾക്ക് പോയതാണ്, അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, എനിക്ക് ക്യാഷ് ഞാൻ റിട്ടേൺ തരാമെന്ന് പറഞ്ഞ്. ഇത് 2-3 പ്രാവശ്യം സെയിം അടുപ്പിച്ചല്ല ഈ പെങ്കൊച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പം 3-4ാമത്തെ പ്രാവശ്യം എനിക്ക് മനസ്സിലായി ഇത് ഉഡായിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ചെയ്യണത് നല്ല വർക്കായിരുന്നു കാര്യം എനിക്ക് വർക്ക് ഇവിടെ കാണിക്കാൻ ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു. അല്ലെങ്കിൽ ഞാൻ കാണിച്ചാൽ നല്ല വർക്കായിരുന്നു. പിന്നെ എനിക്ക് ഉടായിപ്പ് ലാസ്റ്റ് ഒരു വൈറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഈ പെങ്കൊച്ച് അപ്പം ഈ എന്നോട് പറഞ്ഞ് ഇതേപോലെ ഇത് റിട്ടേൺ വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ഉടായിപ്പുണ്ട്. സെയിം ആയിട്ട് റിപ്പീറ്റഡായിട്ട് ഇത് മാത്രമല്ല, അത് വേറെ എനിക്ക് അധികം റിട്ടേണും കാര്യങ്ങളൊന്നും കിട്ടണില്ല. ഇത് മാത്രമാണ് വരുന്നുണ്ട്. ചിലതൊക്കെ വരും. പക്ഷെ ഇവർ എനിക്ക് ഉടായിപ്പാന്ന് മനസ്സിലായപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഓക്കെ അന്ന് തിരിച്ചയച്ചേക്കാൻ പറഞ്ഞു. സാധനം തിരിച്ചയക്കാൻ പറഞ്ഞു. അത് ഞാൻ സെല്ലൊന്നും ചെയ്യില്ലായിരുന്നു. തിരിച്ചയക്കാൻ പറഞ്ഞേ. തിരിച്ചയക്കാൻ പറഞ്ഞപ്പോഴേക്കും ഈ പെങ്കൊച്ച് പറഞ്ഞു വേണ്ട എന്നാൽ ഓക്കെ കസ്റ്റമർ ഓക്കെ എന്നെന്തോ പറഞ്ഞിട്ട് പിന്നെ സംഭവം എനിക്ക് മനസ്സിലായി. അതെന്താ കാശ് അതിന് വേണ്ട റിട്ടേണും വേണ്ടെന്ന് പറഞ്ഞു കസ്റ്റമർ എന്ന് പറഞ്ഞ്. അപ്പം തന്നെ പിന്നീട് ആ ഉടായ്പ മനസ്സിലായപ്പോഴേക്കും ഞാൻ അങ്ങനെ ചെയ്ത്. അതെനിക്കൊരു നെഗറ്റീവ് അല്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ്. ഒന്ന് ആലോചിച്ചാൽ റിട്ടേൺ എടുത്ത സാധനം എനിക്ക് എപ്പോൾ വേണേലും അഴിച്ചിട്ട് എനിക്കത് വേറെ സെല്ല് ചെയ്യാനുള്ള അവസ്ഥ എനിക്കുണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ അങ്ങനെ അത് എനിക്ക് ഭയങ്കര ഞാൻ എൻ്റെ ഫീൽഡല്ലായിരുന്നു, ഞാൻ ഫാർമസിസ്റ്റ് ആയിരുന്നു. ഐ മീൻ മെഡിക്കൽ ഫീൽഡായിട്ട് പോലും എനിക്കങ്ങനെ അത്യാവശ്യം സക്സസ്ഫുള്ളായിരുന്നു. 5 വർഷം അതിങ്ങനെ നിന്നു. പിന്നെ എൻ്റെ ഒരു ലൈഫിലൊരു ചേഞ്ചാണ് ഞാൻ ഇങ്ങോട്ട് UK വന്നത്. UK വന്നപ്പം ഞാൻ അത് ഇട്ടിട്ടാണ് പോയത്. ഫുൾ ഇട്ടിട്ട് പോകാമെന്ന് ചോദിച്ചാൽ എനിക്കറിയാം UK വരാമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് കൂടുതൽ ചെയ്തിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നീട് എന്തെങ്കിലുമൊക്കെ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഇതേപോലെ സംസാരിക്കുമ്പോൾ ഞാൻ ഇടാം. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാനിത് ആരെ ഏൽപ്പിച്ചാലും എന്നെപ്പോലെ അതായിരിക്കും നോക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ നോക്കിയല്ലോ എനിക്ക് ഓർമ്മയുണ്ട് ഈ കോവിഡ് ടൈം എന്ന് വെച്ചാൽ ഞാൻ 9 മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ പോലും ഞാൻ വർക്ക് എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി മെറ്റീരിയൽ നോക്കി എടുത്ത് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ് ഞാനത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചെയ്തതും അതിന് ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ അതിന് ഞാൻ സക്സസ്ഫുൾ ആയിരുന്നു. ബട്ട് എനിക്ക് UK വരുമ്പോൾ അത് എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ UK വന്ന ടൈം ഡിഫറൻസ്, മെറ്റീരിയൽ ഞാനല്ല എടുക്കാൻ പോണത് വേറെ ആരെയും. എനിക്ക് മെറ്റീരിയൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്താൽ എനിക്ക് അതും ചെയ്യാമായിരുന്നു. പക്ഷെ അതിൽ ആത്മാർത്ഥത ഉണ്ടാവില്ല. അതിൽ വേറെ ഒരു പ്രശ്നം വരുന്നാൽ തീർന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ നോക്കിയില്ല. അതേപോലെ ഇട്ടിട്ട് എൻ്റെ ഫോണിലെ നമ്പർ വരെ ഞാൻ ഡിലീറ്റ് ആക്കി. അതിപ്പോൾ ആ നമ്പർ വരെ വേറെ ഒരാൾക്കാണ് ഞാൻ മെസ്സേജ് അടിച്ചപ്പോഴേക്കും വേറെ എന്തോ ചെയ്യണ ആൾ ഇവൻറ്റോ അങ്ങനെ എന്തോ ചെയ്യണതാണ്. അപ്പം നമ്പർ പോലും അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യാതെ നമ്പർ പോലും കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാര്യം എനിക്ക് ഫോക്കസ്. പിന്നെ ഞാനത് തുടങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് ആക്റ്റീവ് ആയതുകൊണ്ട് ഒരു പേജ് തുടങ്ങി ഇട്ടതാണ്. ഞാനത് സ്റ്റോറി മാത്രമുള്ള കാര്യം അത് ഇപ്പം ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഓൺ പ്രോഡക്റ്റ്സ് അല്ല സെല് ചെയ്യണത്. ഓൺ പ്രോഡക്റ്റ്സ് എനിക്ക് സമയം അല്ലെങ്കിൽ പിന്നീട് സമയം കിട്ടിയാലേ എനിക്കത് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഞാൻ സെല് ചെയ്യാനുണ്ട്. സ്റ്റോറീസ് മാത്രം ഇടാനുള്ള എൻ്റെ കയ്യിൽ സ്റ്റോക്ക് വന്നത് ഞാൻ ഇട്ടിട്ട് ഇപ്പം പോസ്റ്റ് ഇടാറുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ UK എനിക്ക് കിട്ടണത് അത് ഇന്ത്യയിൽ മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്.
അത് ഞാൻ സ്റ്റോറീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് OG ടു സോൾസ് ലേബൽ എന്നാണ് ഞാനിവിടെ പിൻ ചെയ്യുക കേട്ടോ. അതാണ് ഞാനിപ്പോൾ ചെയ്യണത്, നേരത്തെ ചെയ്തതല്ല ഇപ്പം ചെയ്യണത്. അതിൽ ഓൺ പ്രൊഡക്ട്സ് അല്ല, ഇതുവരെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഞാൻ നിങ്ങളോട് സ്റ്റോറി പറഞ്ഞല്ലോ, എനിക്ക് വേണമെങ്കിൽ ഇവരുടെ ഈ മെറ്റീരിയൽ എടുത്തവരുടെയും തയ്ക്കണവരുടെയും നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ റീസെൽ ചെയ്ത അവരുടെ അല്ലാത്തവരുടെ കോണ്ടാക്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ വേറെ ഫോണിലുണ്ടായിരുന്നു. ഇവരെയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നീട്, എനിക്കിപ്പോൾ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാട്ടോ ഇപ്പം ചെയ്യണത്. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യുള്ളൂ. സ്റ്റോറീസിൽ ഞാൻ മിക്കപ്പോഴും സ്റ്റോറീസ് ഇടുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് അല്ല. ഇതേപോലെ സാരീസും കളക്ഷൻസും മാത്രമാണ് നമ്മൾ ചെയ്യണം. ഓൺ പ്രൊഡക്ട്സ് ചില പ്രൊഡക്ട്സ് മാത്രമേ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുണ്ട്. അത് UK അല്ല നാട്ടിലാണ്, എൻ്റെ വീട്ടിൽ ഇരിക്കണതാണ്. അല്ലാതെ ഇപ്പം ചിലത് ഞാനിപ്പോൾ ഇങ്ങോട്ട് അഴിച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടൊക്കെ ഇടാറുണ്ട്. അതല്ലാതെ എനിക്ക് സ്റ്റോറീസാണ് ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ അതിൽ ഞാനിപ്പം അത്ര ഫോക്കസ് ചെയ്യണില്ല. ബിക്കോസ് എനിക്ക് ഫോക്കസ് ചെയ്യണത് എൻ്റെ ഓൺ കാര്യങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യാനുണ്ട്. അത് കുറച്ച് വളർത്താനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അത്യാവശ്യം സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് കുറച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച കാര്യം. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലിപ്പം അധികം വീഡിയോസ് ഇടാത്തതും. അത് ഞാൻ സമയം കിട്ടാതെ പിന്നീട് ഞാൻ അതിൽ ആക്റ്റീവ് ആവും. പക്ഷേ ഞാൻ അതിൽ സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഇതിൽ Q&Aയിൽ വന്ന ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്കത് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഇതാണ് റീസൺ, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഈ ഒരു കാര്യങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്ത് ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ട്. ഇതേപോലെ യൂട്യൂബിൽ ഇപ്പം ഞാൻ കണ്ടൻറ്റ് നിങ്ങൾക്കറിയാം, ഞാൻ ലോങ് വീഡിയോസ് ഇടൂലായിരുന്നു. ഇപ്പം ഞാൻ ലോങ് വീഡിയോസ് ഇതേപോലെ വെനസ്ഡേയും സാറ്റർഡേയും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാത്തവർ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക് യു. എനിക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്യാൻ മാത്രമൊന്നുമല്ല, ഇതെൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. ഇതെനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇത് വലിയ പ്രിപ്പയർ ചെയ്ത് ചെയ്യണം എന്നാണ്. പക്ഷേ എനിക്ക് ഒറ്റയടിക്ക് ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നു. നിങ്ങളോട് വിശേഷം പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത്. അപ്പം ഞാൻ കൂടുതൽ എനിക്ക് ഷോർട്സിലാണ് ഇത് ചെയ്തത്. പക്ഷേ നിങ്ങൾ എൻ്റെ ഈ ഒരു ലോങ് വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.